വഖഫ് ഭേദഗതി മുസ്ലിം വംശഹത്യാ പദ്ധതിയെന്ന് വെൽഫെയർ പാർട്ടി ദേശീയ വൈസ് പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം. വഖഫ് സ്വത്ത് മുസ്ലിം വിഭാഗത്തിന്റേത് അല്ലാതാക്കാനുള്ള ആസൂത്രിത ശ്രമമാണ് പുതിയ ഭേദഗതിയെന്ന് മാധ്യമം മീഡിയ വൺ ഗ്രൂപ്പ് എഡിറ്റർ ഒ അബ്ദുറഹ്മാനും പറഞ്ഞു. വെൽഫെയർ പാർട്ടി കോഴിക്കോട് മുതലക്കുളത്ത് സംഘടിപ്പിച്ച വഖഫ് പ്രക്ഷോഭ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. ബി.ജെ.പി. നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ വഖഫ് നിയമ ഭേദഗതി നീക്കത്തിനെതിരായ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് വെൽഫെയർ പാർട്ടി കോഴിക്കോട് പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത്. അഭിമാനത്തോടെ ജീവിക്കാനുള്ള മുസ്ലിം സമൂഹത്തിന്റെ അവകാശത്തെ ഹനിക്കുന്ന പുതിയ വഖഫ് ഭേദഗതി വംശഹത്യാ പദ്ധതി തന്നെയെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത വെൽഫെയർ പാർട്ടി ദേശീയ വൈസ് പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം പറഞ്ഞു. മുസ്ലിം സമുദായത്തിന്റെ സാമൂഹിക സാംസ്കാരിക സവിശേഷതകളോടെ ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ നിയമ ഭേദഗതി കൊണ്ടുവരുന്നത്. ഇത് തീർച്ചയായിട്ടും ഒരു ജനോസൈഡ് വംശഹത്യാ പദ്ധതിയാണ് എന്ന് വെൽഫെയർ പാർട്ടി പ്രഖ്യാപിക്കുകയാണ്. സമ്മേളനത്തിൽ സംസാരിച്ച മാധ്യമം മീഡിയ വൺ ഗ്രൂപ്പ് എഡിറ്റർ ഒ അബ്ദുറഹ്മാനും കേന്ദ്ര സർക്കാർ നീക്കത്തിന്റെ അപകടം ചൂണ്ടിക്കാട്ടി. മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസപരവും സാംസ്കാരികവും മതപരവും എല്ലാമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി ചെയ്ത നമ്മുടെ പൂർവികർ ചെയ്ത ഈ വഖഫ് സ്വത്തുക്കൾ അല്ലാതാക്കി മാറ്റാനും അങ്ങനെ വിറകുപെട്ടികളും വെള്ളംകോരികളുമായി ഈ രാജ്യത്തെ രണ്ടാം ഗ്രഹവും മൂന്നാം ഗ്രഹവും പൗരന്മാരായി ഈ സമുദായം മാറണമെന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഈ വഖഫ് ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത്. കെ അംബുജാക്ഷൻ, നാഷണൽ ലീഗ് സംസ്ഥാന സെക്രട്ടറി എൻ കെ അബ്ദുൽ അസീസ്, കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി രണ്ടാർക്കര മീരാൻ മൗലവി തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്നു. മീഡിയ വൺ കോഴിക്കോട്.